2 മണിക്കൂറിന് ശേഷം. നമസ്കാരം. തുടർ കൊലപാതക പരമ്പരയിൽ ഒരു കൊലപാതകം കൂടി. വിഷ്ണു 28 ആണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു നൽകുന്നതായിരിക്കും. പറയൂ ഷിബു, എന്താണ് സംഭവിച്ചത്? ക്രൈംബ്രാഞ്ച് ഓഫീസ്. റെക്കോർഡ് പ്രകാരം 3-4 ആഴ്ചകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ജെയിംസ് ആൽബർട്ട് ഇപ്പോൾ ഇതാ ഞങ്ങളുടെ മുൻപിലിരിക്കുന്നു. പറയൂ ജെയിംസ്, എന്തിനു വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത്? സാറിനറിയാത്തതൊന്നുമല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ജെയിംസ്. ഞങ്ങളുടെ ചോദ്യത്തിന് താൻ വ്യക്തമായി മറുപടി തന്നേ പറ്റൂ. തൻ്റെ കാമുകി ജാൻസിയുടെ മരണത്തിന് കാരണമായുള്ള പ്രതികാരമാണ് താൻ നടത്തിയ ഈ കൂട്ടക്കൊലപാതകങ്ങൾ. അതെ. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഒരു ആത്മഹത്യാ നാടകം ക്രിയേറ്റ് ചെയ്തത്? ഒരു തെളിവുകളും ഇല്ലാതിരുന്ന കേസിൽ കിട്ടിയ പിടിവള്ളിയിലൂടെ കയറിയ സാറ് എൻ്റെ അടുത്തേക്ക് എത്താറായെന്ന് മനസ്സിലായതുകൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ എനിക്ക് പിടിക്കപ്പെടാതിരിക്കണമായിരുന്നു. നോക്കൂ ജെയിംസ്, ഒരാളുടെ ജീവന് പകരമായി താൻ എടുത്തത് 7 ജീവനുകളാണ്. അതിലൂടെ നഷ്ടമായത് 4 കുടുംബത്തിൻ്റെ സന്തോഷവും. അതിന് താൻ എന്ത് ന്യായീകരണം നടത്തിയാലും മതിയാവില്ല ജെയിംസ്. സാറിനിത് ഒരാളുടെ ജീവനായിരിക്കാം, പക്ഷേ അതിനു പിന്നിൽ ഒരുപാട് പേരുടെ ജീവൻ്റെ വിലയുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ്, കൃത്യം പറഞ്ഞാൽ ഒരു 3.5 കൊല്ലം മുൻപ്, മൂന്നാറിൽ തോട്ടം പണിക്ക് വന്ന ഒരു തമിഴ് കുടുംബം കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിരുന്നു. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ നിൽക്കാതെ സംസ്കരിക്കാനുള്ള തോട്ടം അധികാരികളുടെ ആത്മാർത്ഥതയിൽ സംശയം തോന്നിയ മറ്റു തൊഴിലാളികൾ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് സമരം നടത്തി. പുതിയ ആ വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ കേസ് അന്വേഷണം ACP ഫിലിപ്പോസ് ഏറ്റെടുത്തു. ACP അല്ലേ ഏറ്റെടുത്തത്, ഇനിയൊന്നും പേടിക്കണ്ട എന്ന് ആ പാവങ്ങൾ വിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞ് ACPയുടെ പത്രസമ്മേളനം വന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും മരണം ആത്മഹത്യ തന്നെയാണെന്ന്. അതോടെ കേസ് ക്ലോസ് ചെയ്തു. ഇതിനു പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ആയിരുന്നു എൻ്റെ ഫ്രണ്ട് റമീസ് ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത്. അവരുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. വളരെ കഷ്ടപ്പെട്ടാണ് അവൻ എല്ലാം കണ്ടെത്തിയത്. ചന്ദ്രനും മോഹനനും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു മുരുകനും ഭാര്യ പൊന്നമ്മയും. അവിടെ നിന്നും കൊണ്ടുപോകുന്ന ലോറിയിൽ ഇടയ്ക്കൊക്കെ കഞ്ചാവും ഉണ്ടായിരുന്നു. ആ വിവരം രഹസ്യമായി മുരുകൻ പോലീസിനെ അറിയിച്ചു. അതിനുള്ള ശിക്ഷ ആയിട്ടാണ് ആ പാവത്തിനും കുടുംബത്തിനും അവർ മരണം വിധിച്ചത്. അവർക്ക് 8 വയസ്സായ ഒരു മകളുണ്ടായിരുന്നു, ജാനകി. ആ കൊച്ചു കുട്ടിയെപ്പോലും അവർ വെറുതെ വിട്ടില്ല. മരണപ്പെടുന്നതിന് മുൻപ് ആ കുട്ടി ക്രൂരമായി പീഡനത്തിനിരയായിരുന്നു. പക്ഷേ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസിൻ്റെ FIRലും കണ്ടിരുന്നില്ല. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അവർ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി തിരുത്തി. സത്യങ്ങൾ തുറന്നു പറയാൻ ഡോക്ടർ തയ്യാറായിരുന്നു. ഒരു പത്രസമ്മേളനം നടത്തി എല്ലാം പുറം ലോകത്ത് അറിയിക്കാനായിരുന്നു റമീസിൻ്റെ പ്ലാൻ. പക്ഷേ എല്ലാത്തിനും കൂടെ കാണുമെന്ന് അവൻ കരുതിയിരുന്ന അവൻ്റെ സഹപ്രവർത്തകനായ ദേവൻ കാശിനു വേണ്ടി അവനെ ഒറ്റിക്കൊടുത്തു. നടു റോഡിൽ വെച്ച് പബ്ലിക് നോക്കി നിൽക്കുകയാണ് അവർ അവനെ കത്തിച്ചത്. ആളുകൾക്ക് മുന്നിൽ വെച്ച് നടത്തിയ ആ കൊലപാതകമായതുകൊണ്ടാവാം ആരെയൊക്കെയോ പ്രതി ചേർത്ത് ആ കേസ് അവർ ക്ലോസ് ചെയ്തു. അപ്പോഴും യഥാർത്ഥ പ്രതികൾ പുറത്തു തന്നെ. തൻ്റെ കൂട്ടുകാരനും അവൻ ആഗ്രഹിച്ചതുപോലെ ആ കുടുംബത്തിന് നീതി ലഭിക്കണം. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവൾ ഒറ്റയ്ക്കിറങ്ങി തിരിച്ചു. എൻ്റെ ജാൻസി, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ പെണ്ണ്, സ്വന്തമാകുന്നതും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എന്നെ തേടി വന്നത് അവളുടെ മരണവാർത്തയാണ്. കല്യാണത്തിന് വെറും 3 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപേ അവളെയും അവർ. ജെയിംസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വാക്കുകൾ ഇടറി. ഓഫീസർ കുറച്ച് വെള്ളം കുടിക്കാനായി കൊടുത്തു. വെള്ളം കുടിച്ചതിനു ശേഷം കണ്ണുകൾ തുടച്ച് സങ്കടം ഉള്ളിലൊതുക്കി അവൻ വീണ്ടും പറയാൻ തുടങ്ങി. എന്നിട്ട് അവർ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. എത്ര നിസ്സാരമായിട്ടാണ് അവർ ആ കുറ്റം എൻ്റെ മേൽ ചുമത്തിയത്.
ആ കുറ്റം ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ എനിക്കെതിരെ തെളിവുകൾ നിരത്തി. ഞാൻ കണ്ടിട്ടുപോലും ഇല്ലാത്തവർ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് കോടതി എന്നെ കുറ്റവാളിയാക്കി ജയിലിലോട്ടയച്ചു. കോടതിക്ക് വലുത് തെളിവുകളാണല്ലോ. എല്ലാവരുടെ മുന്നിലും ഞാൻ തെറ്റുകാരനായി. ആ സമയത്ത് എൻ്റെ ഏക ആശ്വാസം ജാൻസിയുടെ അമ്മയും അനിയനും എനിക്കൊപ്പം നിന്നു എന്നതാണ്. അവർക്കറിയാമായിരുന്നു ഞാൻ കുറ്റക്കാരനല്ലെന്ന്. എന്നെ പുറത്തു കൊണ്ടുവരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കേസ് വാദിച്ചു. മകൾ മരിച്ച വിഷമം ഉള്ളിലൊതുക്കി ആ അമ്മ എനിക്ക് വേണ്ടി കോടതി കയറിയിറങ്ങി. അവസാനം എനിക്കൊരു നോക്കുപോലും കാണാൻ കഴിയാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരൊക്കെ ഒന്നിനു പിറകെ ഒന്നായി നഷ്ടപ്പെട്ട എനിക്ക് ഈ ലോകത്തോട് തന്നെ വെറുപ്പായി. ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു ജോൺ എന്നെ കാണാൻ വന്നത്. കുടുംബം നശിപ്പിച്ചവരോടുള്ള പകയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവർക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ പോലുമുള്ള ധൈര്യം ഇല്ലെന്നറിയാം. മരണത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നാലും ശരി, എല്ലാത്തിനും തിരിച്ചു കണക്ക് ചോദിക്കണം ചേട്ടാ. കൊല്ലണം, ഒരാളെങ്കിൽ ഒരാൾ. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? അവൻ പറഞ്ഞ ആ വാക്കുകൾ എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ ജയിലിൽ നിന്നും പുറത്തു വരുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു. ആദ്യം ACP ഫിലിപ്പോസിൻ്റെ മരണം. എൻ്റെ ശിക്ഷ കഴിയും മുൻപേ അയാൾ മരിക്കരുതേ എന്നായിരുന്നു എന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഏത് വിധേനയും ACPയെ കൊല്ലണമെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അയാളെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് വേണ്ട നീതി നമ്മൾ തന്നെ നടപ്പാക്കണം. എന്തിനാ വെറുതെ കോടതി കയറി ഇറങ്ങുന്നേ? ACP ഫിലിപ്പോസ് മുതൽ വിഷ്ണു വരെ അങ്ങനെ ഓരോരുത്തരെയായി ഞങ്ങൾ വകവരുത്തി. എല്ലാവരെയും കൊന്നത് ഞാനാ സാറേ. എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ അവരെ എല്ലാം കൊലപ്പെടുത്തിയത്. ഓരോ കൊലയും പ്ലാൻ ചെയ്തതുപോലെ പെർഫെക്റ്റായി നടപ്പിലാക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അത്രയ്ക്ക് മാത്രം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. നീ ചെയ്ത തെറ്റുകൾക്ക് വെറുതെ ദൈവത്തെ കൂട്ടുപിടിക്കണ്ട. എല്ലാവരെയും കൊലപ്പെടുത്തിയപ്പോൾ നിനക്ക് നീതി കിട്ടിയോ ജെയിംസ്? കിട്ടി സാർ. കൊലയ്ക്ക് തിരിച്ച് കൊന്നല്ല നീതി നടപ്പാക്കേണ്ടത്. അതിനിവിടെ നിയമമുണ്ട്. പക്ഷേ ആ നിയമത്തിന് തെളിവുകളാണ് സാർ വേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. ഞാൻ നിരപരാധി ആയിരുന്നു. എന്നിട്ടും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. അപ്പോഴും അത് ചെയ്തവർക്ക് പുറത്തു സുഖവാസം. നീതി ഇവിടെ ആർക്കാണ് സാർ നീതി ലഭിച്ചത്? എനിക്ക് ലഭിച്ചോ? 8 വയസ്സുകാരി ജാനകിക്ക് ലഭിച്ചോ? അവളുടെ കുടുംബത്തിന് കിട്ടിയോ? എൻ്റെ ജാൻസിക്ക് കിട്ടിയോ? റമീസിന് കിട്ടിയോ? ആർക്കും കിട്ടിയില്ല സാർ. ഈ പറഞ്ഞ കോടതിക്ക് ഇവർക്കാർക്കും നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല. കോടതിക്ക് കഴിയാത്തത് ഞാൻ ചെയ്തു. ദൈവം അവർക്കുള്ള ശിക്ഷ എന്നിലൂടെ നടപ്പാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കോടതി എനിക്ക് വിധിക്കുന്ന ശിക്ഷയിലൂടെ അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിക്കും.